ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 5 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. കുറച്ചധികം കാര്യങ്ങൾ അതിൽ നോക്കാനുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ടൈപ്സ് ഓഫ് ലിഗാൻഡുകളാണ്. ബൈഡൻറ്റേറ്റ് ലിഗാൻഡുകൾ ഉണ്ട്, പോളിഡൻറ്റേറ്റ്. അതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ EDT എന്ന് പറയുന്നത് ഹെക്സാഡൻറ്റേറ്റ് ലിഗാൻഡ് ആണെന്നുള്ളത്. ആ ഒരു സ്ട്രക്ചറും EDTയുടെ കാര്യങ്ങൾ നോക്കിയേക്കാം. പിന്നെ വരുന്നതാണ് ആംബിഡൻറ്റേറ്റ് ലിഗാൻഡുകൾ, അവരുടെ എക്സാമ്പിളുകൾ. ദെൻ ഹോമോലിപ്റ്റിക് ആൻഡ് ഹെട്രോലിപ്റ്റിക് കോംപ്ലക്സസ്, അവരുടെ എക്സാമ്പിൾസ് നോക്കിയേക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് IUPAC നെയിമിംഗ് എഴുതാനുള്ളത്. അതെന്തായാലും നോക്കിയാൽ. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, എല്ലാ തവണയും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ 4 ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. കോർഡിനേഷൻ ഐസോമറിസം, ഹൈഡ്രേറ്റ്, ലിങ്കേജ്, അതുപോലുള്ള 4 എന്തായാലും പഠിച്ചിരിക്കുക. അടിപൊളിയായിട്ട് അത് നോക്കിക്കോളണം. അതിൻ്റെ എക്സാമ്പിൾസും ക്ലിയർ ആയിട്ട് എഴുതാം. പിന്നെ വരുന്നതാണ് ഹൈബ്രിഡൈസേഷൻ, അതുപോലെ തന്നെ ജോമെട്രി, ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇത് എഴുതാനായിട്ട് ഒരു കോംപ്ലക്സ് തന്നിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ VBTയുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ഫൈനലി ഫിഗർ വരയ്ക്കാനായിട്ട് ചോദിക്കുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ. അത് 2 വരുന്നത് ആകെ, നമ്മുടെ ഒക്ടാഹീഡ്രലും ടെട്രാഹീഡ്രലും. അപ്പോൾ ആ 2 പേരെയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അത് മൊത്തം നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഷുവറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് ചെയ്യുക.